ഈ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ നമ്മൾ അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിൽ നടന്ന ഒരു പത്രസമ്മേളനം ഈ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ മുന്നിൽ ഇരുന്ന് രണ്ട് നേതാക്കളും രണ്ട് രാജ്യങ്ങളും വേണമെങ്കിൽ പറയാം, അമേരിക്കയും ഉക്രൈനും തമ്മിൽ ഇരുന്ന് വളരെ ഹീറ്റഡ് അപ്പ് ചർച്ച, ചൂടേറിയ ചർച്ച നടത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ വെസ്റ്റേൺ മീഡിയാസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ US മീഡിയാസ് ആയിക്കോട്ടെ, ഡെമോക്രാറ്റ് മീഡിയാസ് ആയിക്കോട്ടെ, അതേപോലെ റിപ്പബ്ലിക്കൻ മീഡിയാസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഞാൻ അരിച്ചു പറക്കി നോക്കി. എന്നിട്ട് ഫോക്സ് ന്യൂസിന് സെലൻസ്കിയും ഈ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞുള്ള ഒരു ഇന്റർവ്യൂ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂ കൂടെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്. നമുക്ക് ഉക്രൈനെ കുറിച്ചും പിന്നെ റഷ്യയെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചും ഈ ഒരു യൂറോപ്യൻ യൂണിയനെ കുറിച്ചും ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർ എന്താണ് ഈ നിയോ കോളനൈസേഷനിൽ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഈ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം പിച്ച് ചീന്താൻ വേണ്ടിയിട്ട് പലരും പല രീതിയിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അവർക്ക് വേണ്ട ആ ഒരു സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഉക്രൈൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തോട് അമിതമായ അങ്ങ് സ്നേഹം കൊണ്ട് ആ ജനങ്ങളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ ഈ ഒരു നാറ്റോ രാജ്യങ്ങളോ അമേരിക്കയോ റഷ്യയോ അല്ല അവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഉക്രൈൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട്, കാരണം യുദ്ധം നടക്കുന്നത്. അപ്പൊ ഫൈനാൻഷ്യൽ ഹെൽപ്പാണ് അവർക്ക് വേണ്ടത്. ഇൻഡിപെൻഡന്റ്ലി ഫൈനാൻഷ്യൽ ഹെൽപ്പ് എവിടെയെങ്കിലും സമ്പാദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ സംസാരത്തോടു കൂടിയാണ് ഈ ഒരു മീറ്റിംഗ് ഈ ഒരു തലത്തിലേക്ക് ലിഫ്റ്റഡ് അപ്പ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ JD വാൻസ് സ്വന്തമായിട്ട് വരുന്നതല്ല. ഈ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രംപിന്റെ ഇടത്തെ സൈഡിൽ രണ്ടുപേര് ഇരിപ്പുണ്ട്, JD വാൻസും മാർക്കോ റൂബിയോ ഇരിപ്പുണ്ട്. അതേപോലെ സെലൻസ്കിയുടെ രണ്ട് റെപ്രസെന്റേറ്റീവ്സ്, അതായത് ഒന്ന് ഫോറിൻ മിനിസ്റ്റർ, അതേപോലെ തന്നെ അമേരിക്കയിലുള്ള ഉക്രൈൻ എംബസിയുടെ അംബാസിഡർ, ഇവർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. അതിലൊരു ലേഡി ഉണ്ട്. ഈ ലേഡിയാണ് ഏറ്റവും കൂടുതൽ സെലൻസ്കിക്ക് ട്രാൻസ്ലേറ്റർ ആയിട്ടും പല പല പോയിന്റുകളും എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനകത്ത് രണ്ട് വിഷയങ്ങൾ വളരെ ഫോക്കസ് ആയിട്ട് ഇന്നത്തെ മീഡിയാസിലെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് വ്ളാഡിമിർ സെലൻസ്കി ചെയ്തത് ശരിയല്ല എന്ന് പറയുന്ന ഒരു പറ്റം മീഡിയാസ്, റിപ്പബ്ലിക്കൻ മീഡിയാസ് ഉണ്ട്, ഡെമോക്രാറ്റിലും ആൾക്കാരുണ്ട്. കാരണം ഇതിന് മുമ്പ് ഇരുന്ന റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഉക്രൈനിൽ ഡെമോക്രാറ്റിക് ഭരണം ഇരുന്ന സമയത്ത് ഉക്രൈന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പലതവണ ഉക്രൈൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളൊക്കെ ഇപ്പം സെലൻസ്കിയെ എതിർത്താണ് സംസാരിക്കുന്നത്. അപ്പം അതൊക്കെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ഇപ്പം അമേരിക്കയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില നടപടികൾ, അത് തന്നെയാണ് ഇതിന് കാരണം. ഒരു പറ്റം സാധാരണക്കാരുണ്ടല്ലോ, ആ സാധാരണക്കാർ അമേരിക്കയ്ക്ക് നല്ലത് വരുന്ന കാര്യങ്ങളാണ് ട്രംപ് ചെയ്യുന്നത് എന്നുള്ള ഒരു വിശ്വാസം ഭൂരിപക്ഷം അമേരിക്കൻ ജനങ്ങളിലും ഉണ്ട്. ആ ഒരു വികാരം തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡെമോക്രാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റിക് ഭരണകൂടം, അതുപോലെ തന്നെ അവരുടെ ഫെഡറൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഡെമോക്രാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് സെലൻസ്കിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല എന്നുള്ള നിലയിലൊക്കെ ഉള്ള ചില ആർഗ്യുമെന്റ്സ് ഒക്കെ വരുന്നത്. അപ്പൊ രണ്ട് സൈഡിൽ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ സൈഡിലാണ് അമേരിക്കയുടെ ഉള്ളിൽ സപ്പോർട്ട് കൂടുതൽ. രണ്ട് വിഷയങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആറ്റിറ്റ്യൂഡിൽ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JD വാൻസ് ഫസ്റ്റ് റൗണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് സെലൻസ്കി മറുപടി പറയുന്നുണ്ട്. ഇതിൽ വളരെ വ്യക്തമാണ്. ഫസ്റ്റ് JD വാൻസ് പറയുന്നത് സെലൻസ്കി അഥവാ ഉക്രൈൻ ശരിക്കും അമേരിക്ക അഥവാ ഡൊണാൾഡ് ട്രംപിനോട് താങ്ക്ഫുൾ ആണ് നിങ്ങൾ പറയേണ്ടത്, ട്രംപിനോട് താങ്ക് യു ആണ് പറയേണ്ടത്. കാരണം ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ്, അതായത് റഷ്യയും ഉക്രൈനെയും ഈ ഒരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് റഷ്യയുമായിട്ട് മുന്നോട്ട് എടുത്തു വെക്കുന്ന ചില ഡിപ്ലോമാറ്റിക് നിലപാടുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് JD വാൻസ് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നത്. അതായത് റഷ്യയുമായിട്ട് ഞങ്ങൾ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റിൽ പോകാനല്ല തീരുമാനിക്കുന്നത്, അതൊരിക്കലും സാധിക്കുകയുമില്ല. കാരണം ഈ 4 വർഷം മാത്രമേ ട്രംപ് ഉണ്ടാവുകയുള്ളൂ. അടുത്ത സർക്കാരിൽ ഇപ്പൊ എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് എങ്ങനെ അറിയാം? ഏത് മൊമെന്റിലും ലോകമെമ്പാടും പല പല ഇഷ്യൂസുമായിട്ട് റഷ്യക്കും അമേരിക്കയ്ക്കും ക്ലാഷ് ഉണ്ട്. ഇറാനുമായിട്ടുള്ള നിലപാടിൽ ക്ലാഷ് ഉണ്ട്. ഇതുപോലെ പല നിലപാടുകളിലും അമേരിക്കയും റഷ്യയും തമ്മിൽ വേറെ വേറെ ചേരികളിലാണ്. ഈ ഒരു ഒറ്റ വിഷയം, ഈ ഒരു യുദ്ധത്തിനെ ചൊല്ലിയുള്ള വിഷയത്തിൽ നടക്കുന്ന നെഗോസിയേഷൻസിൽ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ, അതായത് ഫിനാൻഷ്യൽ പരമായിട്ട് എന്ത് ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ എങ്ങനെ ഈ യുദ്ധം നിർത്താൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് മൂവ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് JD വാൻസ് ശ്രമിക്കുന്നത്. ഇവിടെ JD വാൻസിനെ ഉൾക്കൊള്ളാൻ ഒരു വിധത്തിലും സെലൻസ്കി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ സെലൻസ്കി അവിടെ പോയിരിക്കുന്നതിന് ഒരു പ്രീ പ്ലാനോടുകൂടി ഒരു പ്രൊപ്പഗൻഡ ടീമിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഒരു പ്രൊപ്പഗൻഡ പുറത്തു വരുന്നുണ്ട്. കാര്യം ഒരു രീതിയിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല എന്നാണ് JD വാൻസ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സെലൻസ്കി ജസ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞിട്ട് ഒരു ബാഡ് വേർഡ് പറഞ്ഞതായിട്ടാണ് അതിനകത്ത് പറയപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് മൗത്ത് മൂവ്മെന്റ് ഉണ്ട്. പിന്നെ ഈ ഓവൽ ഓഫീസിന്റെ ഈ ഒരു മൈക്കും കാര്യങ്ങളൊക്കെ വലിയ ഡിസ്റ്റൻസിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അയാൾ പെറുപെറുക്കുന്ന രീതിയിൽ ഒരു ബാഡ് വേർഡ്
പറഞ്ഞതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇനി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരുപാട് സൂം ചെയ്തും അതിന്റെ പ്രൂഫോട് കൂടിയൊക്കെ പല രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് ഒരു ഓവൽ ഓഫീസിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു തെറിവെറുക്കുന്ന ഒരു വാക്ക് പറയാൻ പാടില്ല. JD വാൻസിന്റെ സ്റ്റേറ്റ്മെന്റിനെ ഒരു ബിച്ച് എന്നുള്ള നിലയിൽ ഉക്രൈനിയൻ ഭാഷയിൽ ഒരു പെറുപെറുത്തതായിട്ടാണ് പറയപ്പെടുന്നത്. ആ ഒരു ഭാഷയിൽ ചുണ്ടനക്കിയതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട ഉടനെയാണ് JD വാൻസ് കുറച്ച് ഹൈപ്പർ ആയിട്ട് പറഞ്ഞത് ഈ മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കരുത് എന്നുള്ള ഒരു കമന്റും കൂടെ JD വാൻസ് പാസ്സാക്കിയത്. കാരണം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾക്കെല്ലാം ഒരു അബ്യൂസീവ് മാനർ ഇല്ല. പക്ഷെ ഇങ്ങനെ ഇയാൾ ചെയ്ത ഒരു ആക്ടിവിറ്റി, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിന്റെ ഇൻവിറ്റേഷൻ പ്രകാരമാണ് അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ആ സംസാരിക്കുമ്പോഴത്തേക്കും സെലൻസ്കിയുടെ ആറ്റിറ്റ്യൂഡ് JD വാൻസിനെ ഫേസ് ചെയ്യാതെ സൈഡിൽ തിരിഞ്ഞുകൊണ്ട് ബാഡ് വേർഡ് പറഞ്ഞതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബാഡ് വേർഡ് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള അഗ്രഷൻസ് കംപ്ലീറ്റ് ഉണ്ടായതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പിന്നെ അഗ്രഷനോട്ട് പോവാണ്. ഇത് കേട്ടപാടെ ട്രംപ് വീണ്ടും ഇടപെടുകയാണ്. അതിന്റെ ഉള്ളിൽ ട്രംപ് ഇടപെടുമ്പോഴത്തേക്കും ബാക്ക് ടു ബാക്ക് ട്രംപ് സെലൻസ്കി ആർഗ്യുമെന്റ് ആകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, സെലൻസ്കി ക്ലോസ് ഡോറിൽ സംസാരിക്കുന്ന സമയത്ത് ഇതേ ആർഗ്യുമെന്റ്സ് ഉയർത്താം. ക്ലോസ് ഡോറിൽ പുള്ളി ഇങ്ങനത്തെ ആർഗ്യുമെന്റ്സ് ഒന്നും ഉയർത്തുന്നില്ല. JD വാൻസ് ആരോപിച്ച പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞ വാക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, മൈക്കിന്റെ മുന്നിലും ഈ മീഡിയാസിന്റെ മുന്നിലും അമേരിക്കയുടെ മീഡിയാസിന്റെ മുന്നിൽ എത്തിയപ്പോഴത്തേക്കും സെലൻസ്കി വേറൊരു ടോണിലും വേറൊരു ഫേസിലും നിന്നാണ് സംസാരിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞിട്ട് JD വാൻസ് അവിടെ പറഞ്ഞത്. ഇനി അകത്ത് എന്താണോ സംസാരിച്ചത്, അവിടെ എന്താണോ കൺസെന്റ്, ആ രീതിയിലാണല്ലോ പുറത്ത് സംസാരിക്കേണ്ടത്. അഥവാ നിനക്ക് ഡ്യുവൽ പ്ലാനിങ്ങും ഡ്യുവൽ അജണ്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ നിന്റെ നാട്ടിൽ പോയിട്ട് നിന്റേതായിട്ടുള്ള കാര്യങ്ങൾ നീ പ്രതികരിക്കും. വൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ വന്ന് വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന ആൾക്കാരെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് കരുതപ്പെട്ടത്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തില് ഉക്രൈൻ വളരെ വീക്ക് ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പൊതുവില് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ അതേസമയം ഇന്നലെ അവിടെ കോൺട്രാഡിക്ഷൻ ചെയ്യുന്നത് ട്രംപ് പറയാണ്, നിങ്ങളുടെ രാജ്യം വളരെ വീക്കാണ്, നിങ്ങൾക്ക് സോൾജേഴ്സിന്റെ ഷോർട്ടേജ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എത്ര വേഗം ഒരു പീസ് ഡീൽ സൈൻ ചെയ്യും, നിങ്ങൾ ഒരു മൂന്നാം ലോകമഹാ യുദ്ധത്തിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ലോകത്തിന് വേണ്ടാത്ത കാര്യമാണെന്നുള്ള നിലയിലുള്ള ഒരു ഉപദേശമാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന സമയത്ത് സെലൻസ്കി കൗണ്ടർ ചെയ്യുന്നത്, ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്, ഞങ്ങൾ റഷ്യക്കുള്ളിൽ അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഏതാണ്ട് 7 ലക്ഷം റഷ്യൻ സോൾജേഴ്സിനെ ഞങ്ങൾ വധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു കൂസലുമില്ലാതെ ഓവൽ ഓഫീസിൽ നിന്ന് തുറന്നു പറയാണ് ചെയ്തത്. 7 ലക്ഷം റഷ്യൻ ഭടന്മാരെ ഉക്രൈൻ വധിച്ചു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓവൽ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയാണ്. ഇപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സെലൻസ്കി കുറച്ചുകൂടെ മെച്ചൂർഡായിട്ട് ബിഹേവ് ചെയ്യേണ്ട, ഈ ഒരു രാജ്യത്തിന്റെ യുദ്ധം നടത്തുന്ന ഒരു പ്രസിഡന്റ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വേട്ടാവളിയന്മാരെ പോലെ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ബാക്ക് ഡോറിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഒരു പത്രസമ്മേളനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പ്രസിഡന്റ് ട്രംപ് അവിടെ ഇരിപ്പുണ്ട്, പ്രസിഡന്റ് സെലൻസ്കി ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരുന്നുണ്ട്, ഇവർ ഓപ്പൺ ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഓക്കെ നിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യനുള്ള ഉത്തരം ശരിക്കും പറഞ്ഞാൽ ട്രംപ് കൊടുക്കും. ഇനി അഥവാ ട്രംപ് ചോദിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ ഇതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചു കഴിയുമ്പോൾ സെലൻസ്കി അതിന്റെ ഉത്തരം പറയും. സെലൻസ്കിയെ ഫോക്കസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾക്കും ഇതേപോലെ സെലൻസ്കി ഒരു ഫസ്റ്റ് ഫേസ് ആൻസർ കൊടുക്കും. അതുപോലെ അതിന് എന്തെങ്കിലും കൗണ്ടർ ഒപ്പീനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രംപ് ഇഷ്ടപ്പെട്ടാൽ ആ സമയത്ത് കൊടുക്കാം. ഇത് എല്ലാ ചോദ്യത്തിനും അവിടെ കൗണ്ടർ ചെയ്ത് ക്യാൻ ഐ ടോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചോദിച്ചുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും കൗണ്ടർ ചെയ്തുകൊണ്ട് ഉക്രൈന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങളാണ് സെലൻസ്കി അവിടെ നടത്തിയത്. പക്ഷെ ഇതൊക്കെ ഒരു ഡിസിപ്ലിൻ മാനറിലല്ല കാര്യങ്ങൾ നടന്നത്. ഒരു ഓപ്പൺ ഡിബേറ്റ് ചർച്ചയായിട്ട് മാത്രം കണക്കാക്കാനേ കഴിയുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഉക്രൈനെ അപമാനിച്ചു, അമേരിക്ക ഡോമിനേറ്റ് ചെയ്തു, സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇവിടെ ഒരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഇതിനകത്ത് ആരും തന്നെ എക്കണോമിക് ലാഭം, ഫിനാൻഷ്യൽ ലാഭം ഇല്ലാണ്ട് ഇതിനകത്ത് ആരും ഒന്നും ഇടപെടത്തില്ല. അങ്ങനെ ആർക്കും ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ട്രംപ് പറഞ്ഞൊരു കാര്യം, മൂന്നാം വേൾഡ് വാറിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. അമേരിക്ക ഏത് രീതിയിൽ ഉക്രൈനെ സപ്പോർട്ട് ചെയ്താലും ഉക്രൈന്റെ ഇതുവരെയുള്ള സപ്പോർട്ടൊക്കെ നിർത്തി ആ ഒരു നിലപാടൊക്കെ മാറ്റിക്കൊണ്ട് പുതിയൊരു സർക്കാരാണ് വന്നിരിക്കുന്നത് അമേരിക്കയിൽ. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി സെലൻസ്കി കാണിച്ചില്ല. സെലൻസ്കി ഒരു പ്രൊപ്പഗൻഡയുമായിട്ടാണ് വന്നത്. ആ പ്രൊപ്പഗൻഡ വേറെ ഒന്നല്ല, യൂറോപ്യൻ പ്രൊപ്പഗൻഡ. യൂറോപ്യൻസിനെ ഒരു രീതിയിലും താഴേക്ക് തട്ടിൽ താഴ്ന്നു പോവാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ യൂറോപ്പിന്റെ എല്ലാമായ ഞാനാണെന്നുള്ള രീതിയിലുള്ള നിലപാടുമായിട്ടാണ് സെലൻസ്കി അവിടെ നിന്നത്. ഈ ഒരു ചർച്ച കുളവാവാൻ ഇതിനു മുമ്പ് യൂറോപ്പിൽ നിന്നും ഓവൽ ഓഫീസ് വിസിറ്റ് ചെയ്ത രണ്ടുപേരും കൂടെ കാരണമാണ്. അതിൽ ഒന്ന് ഇമ്മാനുവൽ മാക്രോൺ, പ്രൈം മിനിസ്റ്റർ സ്റ്റാർമറും കളി കളിച്ചിരിക്കുന്നത്.
ഇവർ രണ്ടുപേരുമാണ് ഈ കളി കളിച്ചിരിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരുടെയും മീറ്റിംഗ് തന്നെ ഓവൽ ഓഫീസിൽ ഫ്രൂട്ട്ഫുൾ ആയിരുന്നില്ല. ഇവർ രണ്ടുപേരുടെയും ഇൻപുട്ട് മേടിച്ചുകൊണ്ടാണ് അവരുടെ മൂന്നാമത്തെ പ്രതിനിധിയായിട്ട് യൂറോപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ സെലൻസ്കി പോയതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാക്രോണുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ മാക്രോണാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വിള്ളൽ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആള്. അടുത്ത് സ്റ്റാർമറുമായിട്ട് കുറച്ചുകൂടെ അതിനേക്കാളും ഡീപ്പർ റൂട്ടിൽ ചെറിയ വിള്ളൽ ഉണ്ടായിരുന്നു. കാനഡയെ കുറിച്ചുള്ള ചോദ്യം വന്ന സമയത്ത് സ്റ്റാർമറിന്റെ ഉത്തരവൊക്കെ ട്രംപ് കൗണ്ടർ ചെയ്ത് നിർത്തുകയാണ് ചെയ്തത്. അങ്ങനത്തെ ചില വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു യൂറോപ്യൻ പ്രസിഡന്റ് ആയിട്ടാണ് അവിടെ സെലൻസ്കിയെ ഇന്നലെ അമേരിക്കയിൽ കാണാൻ കഴിഞ്ഞത്. അതായത് ഉക്രൈന്റെ പ്രതിനിധിയായിട്ട് കാണാൻ കഴിഞ്ഞില്ല. അതൊരു വ്യക്തമായ കാരണമാണ്. ഇനി ഉക്രൈന്റെ സൈഡിൽ നിന്ന് സെലൻസ്കി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഉക്രൈന്റെ സൈഡിൽ നിന്ന് സെലൻസ്കിക്ക് വേണ്ടത് എന്താണ്? സെലൻസ്കിക്ക് വേണ്ടത് സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ. അതായത് ഇനി പുടിൻ കൂടുതൽ കടന്നു കയറി പിടിക്കില്ല എന്നുള്ളൊരു ഉറപ്പ്. ആ ഉറപ്പ് അമേരിക്ക കൊടുക്കണം എന്നാണ് സെലൻസ്കി പറയുന്നത്. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഞാൻ ഈ ഒരു ഡീൽ സൈൻ ചെയ്യൂ എന്നാണ് പറയുന്നത്. കാരണം വേറെ എന്താണ് അവിടെ കാരണം എന്താണ്? റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ ഫ്രാൻസിന് തന്നു കഴിഞ്ഞാൽ ഫ്രാൻസ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ തരും എന്നുള്ള ഒരു വാഗ്ദാനമാണ് മാക്രോൺ കൊടുത്തിരിക്കുന്നത്. ശരി, ഇതിനകത്ത് സെലൻസ്കി ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ ട്രംപ് ചെയ്തത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് ഓവൽ ഓഫീസിൽ ആ ഒരു മൊമെന്റിൽ ഇമോഷണലി ക്രിയേറ്റ് ആയി വന്ന ആ ഡിസ്കഷൻസിൽ ഇതിനകത്ത് ഓവൽ ഓഫീസിൽ ആ ഒരു ടൈമിൽ ആ ഒരു ഡിസ്കഷനിൽ ആ ഒരു ചർച്ചയ്ക്കിടയിൽ ക്രിയേറ്റ് ആയി വന്ന ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങൾ, ഒത്തുചേരായ്മ നടന്ന ഓവറോൾ മീറ്റിംഗിൽ അവസാനത്തെ ഒരു 10 മിനിറ്റിൽ ഉണ്ടായി വന്നതാണ് ഈ ഒരു ഹീറ്റപ്പ്. അതിന് തൊട്ട് മുമ്പ് വരെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഞങ്ങൾ റൈറ്റ് സൈഡ് ഓഫീസിൽ പോയിട്ട് അവിടെ ആഫ്റ്റർ ലഞ്ചിന് ശേഷം എഗ്രിമെന്റ് സൈൻ ചെയ്യാനിരിക്കുകയാണ്, ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ഈ ഡീൽ സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മിനറൽ ഡീൽ സൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മിനറൽ ഡീല് സെലൻസ്കി പറയുന്നത് മിനറൽ ഡീൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് സൈൻ ചെയ്യില്ല. പിന്നെ സീസ് ഫയർ ഡീലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും സീസ് ഫയർ ഡീൽ വർക്ക് ആവില്ല എന്നാണ് പറയുന്നത്. അതായത് അമേരിക്കൻ സൈഡിൽ നിന്ന് പറയുന്ന യാതൊരു കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സെലൻസ്കി തയ്യാറായിട്ടല്ല അവിടെ പോയിരിക്കുന്നത്. മിനറൽ ഡീൽ സൈൻ ചെയ്യാൻ കഴിയുമ്പോഴത്തേക്കും ആണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി മൊത്തം അമേരിക്ക ഏറ്റെടുക്കണം. അത് നമ്പർ 1. ഉക്രൈന്റെ മാത്രമല്ല, യൂറോപ്സിന്റെ മൊത്തത്തിലുള്ള സെക്യൂരിറ്റി ഏറ്റെടുക്കണം. യൂറോപ്യൻസ് നമുക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് വരുന്നത്. ഇത് റഷ്യ ഇനി ഉക്രൈന്റെ സ്ഥലങ്ങൾ കയറി പിടിക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത് നമ്പർ 1. അത് കഴിഞ്ഞാലാണ് പീസ് ഡീൽ. അത് കഴിഞ്ഞാൽ ഈ സമാധാന കരാർ. അമേരിക്കയുടെ പ്രൊട്ടക്ഷനോട് കൂടി അവരുടെ നേതൃത്വത്തിൽ അമേരിക്ക ഉക്രൈന്റെ സൈഡിൽ നിന്നുകൊണ്ട് റഷ്യയുമായിട്ട് ആ ഒരു ഡീൽ സൈൻ ചെയ്യണം, പീസ് ഡീൽ. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു റെയർ എർത്ത് മിനറൽസിന്റെ ഡീൽ സൈൻ ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു ഫോൺ കോളിൽ തന്നെ ഉക്രൈൻ എന്ന് പറഞ്ഞിട്ട് പോകാന്നേ ഉള്ളൂ. 7 ലക്ഷം റഷ്യൻ ഭടന്മാരെ നമ്മൾ വധിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ നീ വീക്ക് ആണോ നീ സ്ട്രോങ് ആണോ? രണ്ടിലേതെങ്കിലും ഒന്ന് പറയും. 7 ലക്ഷം പേരെ നീ വധിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ ശരിക്കും പറഞ്ഞാൽ പൊട്ടൻഷ്യലി ഒരു സ്ട്രെങ്തൻ ആർമി ആയിട്ട് മുന്നോട്ട് റഷ്യയുടെ സ്ഥലങ്ങൾ കയറി പിടിച്ച് പോവേണ്ട വ്യക്തിയായിട്ടാണ് എന്റെ ഒരു അഭിപ്രായം. പത്രസമ്മേളനത്തിൽ പൊതുവിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, സംസാരിച്ചു കൂടാത്ത വിഷയങ്ങൾ എന്താണ്, ഡിപ്ലോമാറ്റിക്കലി ഡീൽ ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ്, ഇതൊക്കെ ഒരു ഐഡിയ വേണം. ഇത് ഒരു ഐഡിയ ഇല്ലാണ്ട് സാധാരണക്കാരനായിട്ട് ഓവൽ ഓഫീസിൽ പോയി ഇരുന്ന് ഗ്ലോബൽ മീഡിയാസിന് മുന്നിലെല്ലാം ഇരുന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. റഷ്യ കൂടുതൽ അഗ്രസീവായിട്ട് ആക്രമണം നടത്തും. വീണ്ടും യൂറോപ്യൻ യൂണിയനും അതേപോലെ നാറ്റോ രാജ്യങ്ങളൊക്കെ വീണ്ടും സമ്മർദ്ദത്തിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇനി ഉക്രൈനിലോട്ട് കൂടുതൽ സഹായങ്ങൾ യൂറോപ്യൻ സൈഡിൽ നിന്ന് പോകേണ്ടി വരും. ട്രംപ് ഇങ്ങനെ തന്നെ തിരിഞ്ഞു നിൽക്കും. ഇപ്പൊ സെലൻസ്കി ഇത്രമാത്രം സംസാരിക്കുന്നുണ്ട്. ഈ അമേരിക്കയെ ഡിസ്കണക്ട് ചെയ്തിട്ട് സെലൻസ്കിക്ക് നിലനിൽക്കാൻ സാധ്യമാണോ എന്നുള്ളത് ഒന്നുകൂടെ ആലോചിക്കേണ്ട വിഷയമാണ്. ഫ്രാൻസ് എനിക്ക് മിനറൽ ഡീൽ വേണം എന്ന് പറയുമ്പോഴത്തേക്കും പൈസ കൊടുത്ത ബാക്കി രാജ്യങ്ങളും കൂടെ ഉണ്ട്. ജർമ്മനി അതുപോലെ പല രാജ്യങ്ങളും അവിടെ ഉണ്ട്. ഇതിനകത്ത് യൂറോപ്യൻ യൂണിയനിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അത് കൂടാതെ UK ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ രാജ്യങ്ങളെല്ലാം കൂടെ ഇനി ഉക്രൈനിലോട്ട് വരും. അങ്ങനെ ഫ്രാൻസിന് മാത്രം കൊടുക്കാൻ കഴിയില്ല. സെലൻസ്കി ചെയ്യേണ്ടിരുന്നത് എന്താണ്? ഔട്ട് ഓഫ് ദ ബോക്സിൽ ഒരു ഡീലും കൂടെ തയ്യാറാക്കണമായിരുന്നു, അല്ലെ? അതായത് മിനറൽ ഡീലിന് വേണ്ടിയിട്ട് എനിക്ക് വേറെ രാജ്യങ്ങളുണ്ട്. അമേരിക്കയെ കൗണ്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ബാക്ക് ഡോറിൽ ഒരു മിനറൽ ഡീൽ സംഘടിപ്പിക്കണമായിരുന്നു. എന്നിട്ട് അതിനെ വെച്ചിട്ട് വേണം കൗണ്ടർ ചെയ്യുന്നത്. അമേരിക്കയിലോട്ട് പോകുമ്പോഴത്തേക്കും കാണിക്കേണ്ട ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ജോർദാൻ രാജാവ് കാണിച്ചിട്ടുണ്ട്. ജോർദാൻ രാജാവ് അബ്ദുള്ള II വളരെ വ്യക്തമായിട്ട് ഇതേപോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ഒപ്പീനിയനുമായിട്ടാണ് കിങ് അബ്ദുള്ള ഓവൽ ഓഫീസ് വിസിറ്റ് ചെയ്തത്. പുള്ളി അവിടെ പോയി വളരെ മാന്യമായിട്ടിരുന്ന് സംസാരിച്ചു, അവിടുത്തെ ഉപകാരങ്ങളൊക്കെ ഏറ്റുവാങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് സംസാരിച്ചു, മടങ്ങി വന്നു. ഈ പത്രസമ്മേളനത്തിൽ ഒരു വിഷയമില്ല, അവിടെ വൃത്തിയായിട്ട് പറഞ്ഞാൽ മതി. ഡീൽ ഇന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഒന്നുകൂടെ മീറ്റ് ചെയ്ത് സംസാരിക്കേണ്ടതുണ്ട്, കാരണം ഉക്രൈൻ വാറിലാണ്. ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം തീർക്കുക. അതിനുശേഷം മാത്രമേ എന്ത് ഡീലിങ്ങിനും നമ്മൾ മുന്നോട്ട് തയ്യാറാവുള്ളൂ എന്ന് പറഞ്ഞ ഒറ്റ നിലപാട് പോരെ. അതിനെന്തിനാണ് ഇങ്ങനെ വളവള സംസാരം അവിടെ കിടന്ന്? ഇതിൽ വേറെ ഒന്നുമില്ല. ഉക്രൈനെ പിന്നിൽ നിന്നും ചലിപ്പിക്കുന്നത് 2 വ്യക്തികളാണ്. ഒന്ന് കീർ സ്റ്റാർമർ UKയും, അതുപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. അത് കൂടാതെ ട്രംപ് വന്ന ഉടനെ കുറെ രാജ്യങ്ങൾക്കെതിരെ താരിഫും അത് ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ 5 വയസ്സിൽ നിന്നും കാനഡയെ കിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് ഇപ്പം മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുന്നത്.
ഈ ഉക്രൈൻ വിഷയത്തിൽ കാനഡ ഉൾപ്പെടെ പല രാജ്യങ്ങളുടെയും പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഇൻക്ലൂഡിങ് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കരങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ മാത്രമല്ല യൂറോപ്പിന്റെ അഥവാ ഉക്രൈന്റെ പർട്ടിക്കുലർലി സെക്യൂരിറ്റി റഷ്യ കടന്നു കയറില്ല എന്നുള്ളതിന് ഉറപ്പ് അമേരിക്ക കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. സെലൻസ്കി പറയുന്ന ആ ഒരു റിക്വസ്റ്റ് ചെറുതല്ല. അമേരിക്ക എന്തുകൊണ്ടാണ് ഡിനൈ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ റഷ്യയുടെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അത്രയും രാജ്യങ്ങൾക്കൊക്കെ ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ അമേരിക്ക കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ചെലവല്ല. അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം അവിടെയെല്ലാം സ്ഥാപിക്കണം എന്നാണ് പറയുന്നത്. റഷ്യയിൽ നല്ല രീതിയിലുള്ള മിസൈൽ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ചെറുക്കുന്ന രീതിയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉക്രൈന്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഒരു ബെനിഫിറ്റും ഇല്ലാതെ 5 പൈസ ട്രംപ് തരില്ല. ഇത് നമ്മൾ പല തവണ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് വേണം. അറ്റ്ലീസ്റ്റ് ഒരു MOU എങ്കിലും സൈൻ ചെയ്യണം, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതെങ്കിലും സൈൻ ചെയ്യണം. അത് സൈൻ ചെയ്യാതെ അമേരിക്കയുമായിട്ട് ഒരാൾക്കും ഈ ഒരു 4 വർഷത്തിന്റെ ഇടയിൽ അങ്ങനെ അമേരിക്ക ഫേവർ ചെയ്ത് ഒരു ഡീല് സൈൻ ചെയ്യും എന്ന് വിചാരിക്കേണ്ട. ഒരിക്കലും നടക്കില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ രീതിയിൽ സെലൻസ്കി ട്രീറ്റ് ചെയ്തത്. പിന്നെ കാണുമ്പം നമുക്ക് തീർച്ചയായിട്ടും അവിടെ സെലൻസ്കി അങ്ങോട്ട് പോയ വ്യക്തിയാണ്. അത് സെലൻസ്കിയുടെ രാജ്യമല്ല അത്. അപ്പൊ അതുകൊണ്ട് അത് അമേരിക്കയാണ്. അപ്പൊ അത് കാണുമ്പോഴത്തേക്കും ഒരു സിമ്പതിയും ഒരു സെന്റിമെന്റ് ഒക്കെ സെലൻസ്കിയുടെ ഭാഗത്ത് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഓവറോൾ ഒരു ഗ്ലോബൽ മീഡിയയിൽ ആ ഒരു സെന്റിമെന്റ് വർക്ക് ആകുന്നതാണ് ഇന്ന് രാവിലെ മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിന്റെ ഡീപ്പ് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ യുദ്ധം നിർത്താൻ സെലൻസ്കി തയ്യാറായിട്ടല്ല വന്നത്. സെലൻസ്കി ഒരു പ്രൊപ്പഗണ്ടയുമായിട്ടാണ് വന്നത്. അത് യൂറോപ്യൻ പ്രൊപ്പഗണ്ടയാണ്. അത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ ആ ഒരു യൂറോപ്യൻ പ്രൊപ്പഗണ്ടയെ ശരിക്കും ചെറുക്കുന്ന രീതിയിലാണ് വൈറ്റ് ഹൗസ് ഡിസൈഡ് ചെയ്തത്. ഒരു 80% ആയിട്ടുള്ള അമേരിക്കയുടെ ജനങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ അവരെല്ലാവരും അമേരിക്കയുടെ ജനങ്ങളായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ മിനറൽ ഡീൽ ഓക്കെ ആവുന്ന രീതിയിൽ ഒരു സക്സസ് മീറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മീറ്റിംഗ് ഇങ്ങനെ പാളിപ്പോയത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.